ആ ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാനും നിച്ചോട്ടനും അഞ്ചും എല്ലാം കൂടെ ഒന്ന് പുറത്ത് കറങ്ങാൻ വേണ്ടി പോകാം. അപ്പോൾ നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ? നമ്മൾ നല്ല നട്ടുച്ചക്ക പുറപ്പെടുന്നത്. സുഡ് വണ്ടി എടുത്തിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ വണ്ടി കയറി പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കാണ്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്നതിനെ പോലത്തെ കൊന്നപ്പൂ തന്നെയാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളതിനേക്കാളും കൂടുതൽ കൊന്നപ്പൂ ഇവിടെ ഉണ്ട്. ഒരുപാട് കൊന്നമരങ്ങൾ. വിഷു കഴിഞ്ഞതിന് ശേഷമാണ് ഇതേപോലുള്ള കൊന്നമരമെല്ലാം ഇവിടെ കാണുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്രയും ഉണ്ടാവില്ല കൊന്നപ്പൂ. ഞാൻ ഇത്രയും കൊന്നപ്പൂ അടുത്ത് കണ്ടിട്ടൊന്നുമില്ല. അതിന്റെ ഇടയ്ക്ക് തന്നെ നിച്ചൂട്ടന്റെ ഓരോരോ കളികളാണ് ഇത്. അവിടുന്ന് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോവാന്നുള്ളത് പറഞ്ഞുകൊണ്ട് നേരെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു നല്ല ഹോട്ടലുണ്ട് യുപിയിൽ. അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. നേരെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഉള്ളിൽ കയറി നല്ല തണുപ്പുണ്ടായിരുന്നു. അവിടെ എ സി ഒക്കെ ഇട്ടിട്ട് പുറത്തുള്ള ചൂടിന്ന് ഈ ഉള്ളിലോട്ട് കയറിയപ്പോൾ നല്ലൊരു തണുപ്പായിരുന്നു. നിച്ചൂട്ടിന് മുടി മുറിച്ചിട്ട് മുടി വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ആൾക്ക് തൊപ്പി ഇടുമ്പോ രണ്ടാളും കൂടെ അടി കൂടുന്നുണ്ട്. അവനിതാ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന. എന്തൊക്കെയോ നോക്കുന്നുണ്ട്. കശിക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയൊന്നുമില്ല. വായിക്കാൻ കൂടെ അറിയില്ല. സപ്ലയർ വന്നിട്ട് സുഡു എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഫുഡിനെ പറ്റിയൊക്കെ. നിച്ചൂട്ടൻ്റെ കളി കണ്ടിട്ട് എനിക്ക് ഞാനതാ ചെവി പൊത്തിയിരിക്കുന്നു. പുറത്ത് പോയി കഴിഞ്ഞാൽ കച്ചറയാണ് കച്ചറ. അങ്ങനെ ലാസ്റ്റ് നമ്മളെ ഫുഡ് വന്ന്. സുഡു എന്തായിരുന്നു ഓർഡർ ചെയ്തത്? ഞാൻ ഒരു വെറൈറ്റി ഫുഡാണ് ഓർഡർ ചെയ്തത്. വെച്ചാൽ ഇത് മട്ടൻ്റെ ബോട്ടി ബിരിയാണി എന്ന് പറയും. സുഡു എപ്പോഴും നമ്മൾ കഴിച്ചിട്ടില്ല, ഞാനും എപ്പോഴും നമ്മൾ കഴിച്ചിട്ടില്ല. ചിക്കൻ അതുകൊണ്ട് ബിരിയാണിയൊക്കെയാണ് കഴിക്കല്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മട്ടൻ്റെ ബോട്ടി ബിരിയാണിയും പിന്നെ ഞാൻ ബട്ടർ എപ്പോഴത്തെയും നാനും. പോലെ സ്ഥിരമായിട്ട് ബട്ടർ നാനും ബട്ടർ ചിക്കനും. വേറെ ഒന്നും കൊണ്ടല്ല. നിച്ചൂട്ടിന് സ്പൈസി ഉള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല. കഴിക്കൂല എരിവ് പറഞ്ഞിട്ട്. അതുകൊണ്ട് അവന് കഴിക്കാൻ പറ്റുന്നത് ഞാൻ ഓർഡർ ചെയ്യുള്ളൂ. അങ്ങനെ എപ്പോഴത്തെയും പോലെ അത് ഓർഡർ ചെയ്തു. നമ്മളിത് പക്ഷെ ഈ കഴിക്കാൻ തുടങ്ങി. ബിരിയാണി ഞാൻ കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്ക് വലിയൊരു രസം ഉണ്ടാവും തോന്നിയിട്ടില്ല. കാണുമ്പോൾ ഒരു ഭയങ്കര മസാലയൊക്കെ ഇട്ടിട്ട് എന്തോ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ. പിന്നെ ഞാൻ കുറച്ച് കഴിച്ച് നോക്കിയതിന് ശേഷമാണ് ഓക്കെ, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഞാനൊന്ന് ഉണ്ട്. ടേസ്റ്റ് ചെയ്തായിരുന്നു. എനിക്കത് അത്ര വലിയ ഇഷ്ടമില്ല. എനിക്ക് ഓൾറെഡി ഇത്ര സ്പൈസി ഉള്ള ബിരിയാണി ഒന്നും ഇഷ്ടമില്ല. എനിക്ക് നമ്മളെ നാട്ടിലെ ഭയങ്കരമായിട്ട് വാരി വലിച്ച് തിന്നുന്നുണ്ട് രണ്ടാളും. നിച്ചൂട്ടിന് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ അടിപൊളി എന്ന് പറയുന്നത്. സാധാരണ അവൻ പറയലില്ല. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ പുറത്തിറങ്ങി. ഇനി നേരെ നമ്മൾ സിറ്റി കാട്ടിലേക്കാണ് പോകുന്നത് ഡയറക്റ്റ്. പക്ഷേ ഈ പോകുന്ന വഴിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ റോഡാണ്. രണ്ട് സൈഡിലും ഒരുപാട് ഷോപ്പുകൾ, കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ കാണുന്നതിനേക്കാളും എന്താ പറയുക, ഷോപ്പ് ഉണ്ടാവും, ഒരുപാട് ഷോപ്പുകൾ. കുഞ്ഞു പിന്നെ കുഞ്ഞു ഷോപ്പ്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്, ഈ റൂട്ടിൽ ബസ് ഉണ്ടാവില്ല. അതൊരു നല്ല കാര്യം അല്ലേ? ബസ്സും കൂടെ വന്ന കണക്കാ റൂട്ട്. ബസ്സും കൂടെ പോകാനുള്ള സ്ഥലമില്ല. ഒരു ബസ് പോകേണ്ട ഒരു വഴിയേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ നമ്മൾ ആ റോഡിലൂടെ ഇങ്ങനെ പോകാം. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും രണ്ട് സൈഡിലും ഫുള്ള് ഷോപ്പുകളാണ്. പക്ഷേ എന്താ പറയുക, വിലയെല്ലാം നമ്മുടെ നാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് കുറവാണ്. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാലാണ് സിറ്റിക്കാട്ട് എത്തുക. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി എടുത്തിട്ട്. ഈ ചെറിയ ചെറിയ റിക്ഷകൾ അവിടെ ഒരുപാട് കാണാൻ പറ്റും നമുക്ക്. ഈ പോകുന്ന ഇലക്ട്രിക് റിക്ഷകൾ. നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷ പോലെ തന്നെ ഇവിടെ റിക്ഷകളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോറിക്ഷകളൊന്നും കാണാൻ പറ്റില്ല. ഇതാണ് സിറ്റി കാട്ട്. നമ്മുടെ സിറ്റി കാട്ടിന്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ജെൻസിൻ്റെതാണ്. അപ്പോൾ തുടുവിൻ്റെ പണി തുടങ്ങി. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ടീഷർട്ട്, ഷർട്ട്. പക്ഷെ എൻ്റെ അന്ന് എന്തെങ്കിലും എടുത്തായിരുന്നോ? അന്ന് കുറേ ഷർട്ടൊക്കെ നോക്കിയായിരുന്നു. പക്ഷേ എന്താ പറയുക, ടീഷർട്ടിനോട് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് നേരെ ടീഷർട്ടിലേക്കാണ് പോയത്. 2-3 ടീഷർട്ട് അന്ന് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിച്ചൂട്ടൻ വെയിറ്റ് ചെയ്യുന്നത്. നിച്ചൂട്ടൻ്റെ മേലെ ഫ്ലോറിലാണ് നിച്ചൂട്ടൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ട് അവൻ ഇത്ര തിരക്കിട്ടിട്ട് ഓടുന്നത്. താഴെ നിൽക്കാനുള്ള ക്ഷമയൊന്നും അവൻ ഉണ്ടായിട്ടില്ല. അതാ പോകുന്നുണ്ട്. നമ്മൾ നേരെ മേലോട്ട് പോയി. നേരെ മേലോട്ട് പോയപ്പോൾ ഫുൾ ഇത് കിഡ്സിൻ്റെ കളക്ഷൻസ് ആണ് എല്ലാം കാണുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സാധനങ്ങൾ മുഴുവനും നമ്മൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. എല്ലാം ഇവിടെ തന്നെ കിട്ടും. ഇത് നേരെ കാണുന്നതാണ് കുട്ടികളുടെ ടോയ്സും പിന്നെ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ. നിച്ചൂട്ടൻ നോക്കിക്കൊണ്ടിരിക്കുക. എന്താ വേണ്ടേ, അവന്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്. ഇവിടുന്ന് വാങ്ങിച്ച മിക്ക സാധനങ്ങളും അവൻ അതിന് പകുതി പോലും അവന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല. മൊത്തത്തിലെല്ലാം പൊട്ടിച്ചു കിടക്കുക. കണ്ട അതിലും ഇതിലൊക്കെ തൊട്ട് കളിക്കലാണ് അവൻ്റെ പണി. അങ്ങനെ നിച്ചൂട്ടിന് ആടുന്ന് ലാസ്റ്റ് ഒരു കാറ് വാങ്ങിച്ചു കൊടുത്തു. എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തു നമ്മൾ. എന്നിട്ട് നേരെ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയി.
ഒടുക്കത്തെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അന്നേരം നല്ല ചൂടായിരുന്നു. കാരണം AC-ന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു ഉള്ളില്. എങ്ങനെയെങ്കിലും പുറത്തോട്ട് ചാടണം എന്നുള്ള മൈൻഡിൽ നിൽക്കായിരുന്നു. അതെ അതെ. അതിന്റെ ഇടക്കാണെങ്കിൽ നിച്ചൂട്ടന്റെ ഓരോരോ കോമാളിക്കളികള് ഒന്നും പറയണ്ട. പിന്നെ നമ്മൾ നേരെ പുറത്തിറങ്ങിയത് ഈ പശുക്കളെ ഒന്നും കണ്ടിട്ട് പേടിക്കണ്ട കേട്ടാ. ഇതിപ്പോ ഇവിടെ സാധാരണമായിട്ടുള്ള കാര്യമാണ്. നേരെ രണ്ടാളിരിക്കുന്ന കാണുന്നുണ്ടാ. വിമാട്ടിന്റെ മുന്നിലാ നമ്മള് നേരെ പിന്നെ വിമാട്ട് പോയി. അതെ അതെ അതെ. അവിടെ നിന്ന് എന്തൊക്കെയോ കുറച്ച് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് നമ്മൾ വന്നു. പിന്നെ നേരെ നമ്മൾ തിരിച്ചപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഫ്രൂട്ട്സുകളാണ് ഇവിടുത്തെ, ഇഷ്ടം പോലെ. ലിച്ചി എന്ന് പറഞ്ഞാൽ ലിച്ചൂട്ടിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ലിച്ചി. സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ആയിരുന്നു, അതുകൊണ്ട് ഇത്തിരി റേറ്റും ഉണ്ട്. ഇനിയിപ്പം കുറയുമായിരിക്കും, റേറ്റ് കുറയും. അതെ. അങ്ങനെ ലിച്ചിയും വത്തക്ക അങ്ങനെ എന്തൊക്കെയോ നമ്മൾ വാങ്ങിച്ചിട്ട് നേരെ ക്വാർട്ടേഴ്സിലോട്ട് പോവാം. പോകുന്ന വഴിക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, രണ്ട് സൈഡിൽ ഫുള്ള് ഫ്രൂട്ട്സ് ആണ്, അങ്ങനത്തോളം ഫ്രൂട്ട്സ് ആണ്. ഇന്ന് ഈ വെയിലിൽ ഇത്രയും വീഡിയോ എടുക്കാനേ പറ്റിയിട്ടുള്ളൂ. ഒടുക്കത്തെ ചൂട് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ നേരെ ഇനിയിപ്പോൾ തിരിച്ച് ക്വാർട്ടേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.